നിസ്കരിക്കാൻ മടിയുണ്ടോ? മറ്റു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടിയുണ്ടോ? എന്നാലിതാ മഹാന്മാർ പറഞ്ഞു തന്ന അള്ളാഹുവിന്റെ ഇസ്മുകൾ ഞാൻ പരിചയപ്പെടുത്താം. യാ റഖീബ് യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീത്ത് യാ അല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിക്കൊണ്ട് രാത്രി ഉറങ്ങിപ്പോയാൽ നിസ്കരിക്കാനുള്ള മടി മാറുകയും മറ്റു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷം ലഭിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി. നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ മരണമെന്നറിയും? ഇന്നലെ വേഗം പറഞ്ഞു, നാളെ വേഗം പറയേണ്ട ഉസ്താദ് ഇന്ന് ഖബറിലാണല്ലോ. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. എന്നാണ് നമ്മുടെ ലാസ്റ്റത്തെ ശ്വാസവും തീർന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് നമുക്ക് ആർക്കും ഡേറ്റില്ല, നിശ്ചയമില്ല. നമുക്ക് വേണ്ട കഫം കൂടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഉണ്ട്. നമ്മൾ ഏത് പള്ളിക്കാട്ടിലാണ് കിടക്കുന്നത് എന്നതുവരെ നമുക്കറിയില്ല. അതുകൊണ്ടല്ലേ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ബിക്കും ലാഹിഖൂൻ, നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ കിടക്കുന്നു. ഇത് ഏത് പള്ളിക്കാട്ടിന്റെ അടുത്തോട് പോകുമ്പോൾ ചൊല്ലണം. ചിലപ്പോൾ അവിടെയാണ് നമ്മൾ തിരിച്ചു കിടക്കുന്നതെങ്കിൽ ആർക്കും അറിയില്ല. നമ്മുടെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുത്തത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണം. ആരാണ് റബ്ബ്? ഉമ്മയുടെ വയറ്റിൽ നമ്മളുള്ള കാലത്ത് വേണ്ടത് അതത് സമയത്ത് നോക്കി നോക്കി തന്ന് ആ കാലത്ത് വേണ്ട ഫുഡ് ആ കാലത്ത്, പിന്നീട് മുലപ്പാല്, പിന്നീട് ചെറിയ ലഘുഭക്ഷണം, അങ്ങനെ ഓരോ കാലത്തും ഇന്ന് രാത്രിത്തെ ഫുഡ് വരെ സംവിധാനിച്ച റബ്ബ്. ആ റബ്ബിന്റെ ഇഷ്ടം വാങ്ങി നമ്മൾ ജീവിക്കണം. ഖബർ എന്ന ആ വീട് പ്രകാശം വെച്ചിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ മേടിച്ചു കൊടുത്ത ഭക്ഷണം, നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ, അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു. രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം ഞാൻ സ്വപ്നം കണ്ടു. മഹാനവറുകൾ പറയുന്നു, രണ്ട് കൂടപ്പുറപ്പുകളും മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം ഞാനിവരെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ എന്താ സ്വപ്നം കാണുന്നത്? നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് അള്ളാഹു ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പിടിച്ചു നിർത്തിയിരിക്കുക. അങ്ങനെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വർഷക്കാലം എന്റെ കൂടെ ജീവിച്ച് സാധാരണ രീതിയിൽ മരണപ്പെട്ട ആളെ വിളിച്ചിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ആദ്യം അദ്ദേഹത്തെയാണ് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. പിന്നെയാണ് ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത അത്ഭുതം. പടച്ചവനെ, ഷഹീദല്ലേ ഒന്നാമത് സ്വർഗത്തിൽ പോകേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമൃത്യു വരിച്ച ശുഹദാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്. പക്ഷെ ഇവിടെയാണെങ്കിൽ സാധാരണ രീതിയിൽ മനുഷ്യപ്പെട്ടവന് സ്വർഗം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബി രാവിലെ എഴുന്നേറ്റ് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പലരോടും പറഞ്ഞു. കേട്ടവർ അത്ഭുതം, എന്തുകൊണ്ടാണ് പടച്ചവനെ ഇങ്ങനെ? അവസാനം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിൽ എത്തിയപ്പോ മുത്തുനബി ചോദിച്ചു, നിങ്ങൾ ഇതിൽ എന്ത് അത്ഭുതമാ കാണുന്നത്? നിങ്ങൾ കാണുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പേ ഈ മനുഷ്യനെ കൊടുക്കാനുള്ള കാരണം, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിടാനുള്ള കാരണം, ആ മനുഷ്യൻ ഒരു റമളാൻ മാസം കിട്ടി. അൽഹംദുലില്ലാഹ്, ഒരു പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുവാനും നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും സദഖ കൊടുക്കാനും എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു ആ മനുഷ്യന് ഒരു റമളാൻ കൊടുത്തു. ആ റമളാൻ കിട്ടിയത് കാരണമാണ് ആ ഷഹീദിന് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കാരണമായത് എന്ന് നബിയുനാ റസൂലുള്ളാഹി